ഇന്ന് നമ്മൾ ചിക്കൻ പെനി പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് പാസ്ത 2 പാക്കറ്റ് 500 ഗ്രാമിൻ്റെയാണ്. പക്ഷേ നമ്മൾ അതിൽ 1.5 പാക്കറ്റേ എടുക്കുന്നുള്ളൂ. പച്ചക്കറികൾ ക്യാരറ്റ് 2 എണ്ണം ഇടത്തരം, കോളിഫ്ലവർ കുറച്ച്, ക്യാപ്സിക്കം വേണം 2 എണ്ണം. അതുപോലെ തന്നെ ഗ്രീൻ ബീൻസ് ഒരു 150 ഗ്രാം, ബട്ടർ ബീൻസ് അതുപോലെ തന്നെ 100 ഗ്രാം, തക്കാളി ഇടത്തരം 3 എണ്ണം ഉണ്ട്, ചിക്കൻ 500 ഗ്രാം എല്ല് കളഞ്ഞത്, ഗരം മസാല അതുപോലെ തന്നെ ചൈനീസ് സീസണിങ് ഓയിൽ. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക. ആ വെള്ളം തിളച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്ക് പാസ്ത ഇടാൻ. പാസ്ത ഇട്ടൊന്ന് ഒന്ന് വേകണം. അതായത് മുക്കാൽ വേവ്. നന്നായിട്ട് മുക്കാൽ വേവായതിന് ശേഷം വേണം നമുക്കതൊന്ന് അത് ഊറ്റിയെടുക്കണത്. അതിൻ്റെ വെള്ളം കളഞ്ഞ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. അധികം വേവാകാനും പാടില്ല. ഇപ്പോൾ അത് വെള്ളം തിളച്ച് നന്നായിട്ടുണ്ട്. മുക്കാൽ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് വേണം അതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി. എന്നാൽ പാസ്ത അധികം വേകാനും പാടില്ല. അധികം വെന്ത് കഴിഞ്ഞാലും അത് കുഴഞ്ഞു പോകും. വീണ്ടും നമ്മൾ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു 2, 3 മുട്ട, ഇതിലേക്കായിട്ട് ഒരു 3 മുട്ടയാണ് എടുത്തേക്കണത്. മുട്ട നമ്മൾ അതിലേക്ക് ഇട്ടൊന്ന് ചിക്കി എടുക്കണം. ഈ നോൺ സ്റ്റിക്ക് ആയാൽ മതി. പക്ഷേ എൻ്റെ ഈ ഇരിക്കണ ഈ പാത്രം നോൺ സ്റ്റിക്ക് അത്ര നല്ലതല്ല. അത് കാരണം അതിൻ്റെ അടി പിടിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ആ പാത്രത്തിലേക്ക് ഒന്ന് ഇപ്പം ചിക്കി അതൊന്ന് ശരിയായ രീതിയിലേക്കൊന്ന് ഉലർന്നു വരണം. അത് നമ്മൾ അടി പിടിക്കാൻ പാടില്ല. അത് നന്നായിട്ടൊക്കെ ഇതൊന്ന് ചിക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത കൂട്ടുകൾ ചേർക്കാൻ. ഇനി നമ്മൾ അതിലേക്കായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ പച്ചക്കറികൾ ചേർക്കണം. പച്ചക്കറികൾ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒരു വേവാകണം. അത് പൂർണ്ണമായിട്ടും വെന്ത് പോകാൻ പാടില്ല, കുഴഞ്ഞു പോകും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ അല്പം എണ്ണ കൂടി അതിലേക്ക് ഓയിൽ കൂടി വേണമെങ്കിൽ ചേർക്കാം. അത് കുഴഞ്ഞു പോകാതിരിക്കും. ഒന്ന് ശരിയായിട്ടൊന്ന് ഒരു മുക്കാൽ വേവാകട്ടെ. വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. വീണ്ടും നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊരു മുക്കാൽ വേവ് കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമ്മളതാക്കി എടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ബീൻസ് നേരത്തെ എടുത്തു വെച്ചിരുന്നു. ആ ബീൻസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് യോജിച്ച് നല്ല രീതിയിലേക്ക് ആകണം. അതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തത് നമുക്ക് ചേർക്കാൻ. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ചെറിയ തക്കാളിയാണ്, അരിഞ്ഞു വെച്ച തക്കാളി നമ്മളൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് യോജിപ്പിക്കുക. അതായത് ഒത്തിരി തക്കാളിയുടെ വെള്ളം കൂടി ഇറങ്ങുമ്പോൾ അത് നന്നായിട്ട് ഒരുമാതിരി മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കണം. ഗരം മസാലപ്പൊടി ചേർത്ത് അതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് യോജിപ്പിക്കുക. ഇത് നമ്മൾ അധികം തീ വെക്കാൻ പാടില്ല. തീ കുറച്ച് മാത്രമേ നമ്മൾ സ്റ്റൗ കണക്ക് കണ്ടിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ചൈനീസ് സീസണിങ് ഓയിൽ ഉണ്ടായിരുന്നു, അതും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടുകളെല്ലാം നന്നായിട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ എല്ല് കളഞ്ഞ് വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ 1/2 കിലോയോളമുണ്ട്, അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് യോജിച്ച് അതൊന്ന് ശരിയാവണം. അതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് പിന്നെ പാസ്ത ചേർക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി നമുക്ക് അതിലേക്ക് പാസ്ത ചേർക്കാം. പാസ്ത ചേർത്ത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു മുക്കാൽ ഭാഗം നമുക്ക് പൂർണ്ണമായിട്ട് വെന്ത് പോകാൻ പാടില്ല. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പാസ്ത അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒരു 5 മിനിറ്റ്, അധികം നേരം വേണ്ട, ഒരു 3-4 മിനിറ്റെങ്കിലും നമ്മളതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ ചുവയൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ ശരിയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പച്ചമല്ലി നമുക്ക് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഏതായാലും പാസ്ത നന്നായിട്ടൊന്ന് ഇളക്കി
യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ പാസ്ത നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോട് കൂടി നമുക്ക് സെർവ് ചെയ്യാം.